ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്ക് ഹൈക്കോടതിയുടെ അനുമതി. സ്വർണ്ണപ്പാളികളിൽ വ്യക്തത വരുത്താനാണ് ഈ പരിശോധന. കോൾ രേഖകൾ ശേഖരിക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. 19-ന് ശബരിമല കേസ് വീണ്ടും പരിഗണിക്കുന്നതായിരിക്കും. കൊച്ചിയിൽ നിന്നും ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, നിർണായകമായ വിവരമാണ്. അതായത് തെളിവുകളെല്ലാം ഉറപ്പിക്കാൻ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അനുമതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കോടതി. എങ്ങനെയായിരിക്കും തുടർ നടപടികൾ എന്നുള്ള കാര്യത്തിൽ വിശദീകരിക്കുന്നുണ്ടോ? എന്താണ് അറിയുന്നത്? പൂജ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ മൂന്നാമതൊരു കേസ് കൂടി വരാനിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ ദ്വാരപാലക ശില്പങ്ങളുടെയും കട്ടളപ്പാളികളുടെയും 2 കേസുകളാണുള്ളത്. അതോടൊപ്പം തന്നെ 2017 സ്വർണ്ണ കൊടിമരത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പുതിയൊരു അന്വേഷണത്തിന് കൂടി വഴി തെളിഞ്ഞിരിക്കുന്നു. അതിനുകൂടി ഹൈക്കോടതി പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അന്വേഷണം ഉണ്ടാകുമ്പോൾ 2017 ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിയോഗിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്ന ബെഞ്ചാണ്. ഇപ്പോഴത്തെ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായിട്ടുള്ള അജയ് തറയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബോർഡാണ്. ആ ബോർഡിന്റെ നടപടിയിലേക്ക് കൂടി അന്വേഷണം വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. ഇനി സ്വർണ്ണക്കൊള്ളയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിന് കീഴിലുള്ള ഒരു ലാബിലേക്ക് കൂടി ഈ ബേസ് മെറ്റൽ, അതായത് സ്വർണ്ണപ്പാളികൾ വീണ്ടും പരിശോധനയ്ക്ക് അയക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തേടിയിരിക്കുന്നത്. അതിനുള്ള അനുമതിയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. 12-ാം തീയതി സാമ്പിളുകൾ ശേഖരിച്ച് ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിന് കീഴിലുള്ള ലാബിൽ കൂടി പരിശോധിക്കുക. നേരത്തെ VSSCയിൽ ഇത് പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ മാറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത കുറവ് അക്കാര്യത്തിലുണ്ട്. VSSCയുടെ പരിശോധനാ ഫലത്തിൽ നിന്ന് ഈ പ്ലേറ്റുകൾ മാറ്റിയിട്ടില്ല എന്ന നിഗമനത്തിലേക്കാണ് എത്തുന്നത്. അപ്പോൾ SITയെ കുഴയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദ്വാരപാലക ശില്പങ്ങൾ, ആ സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്ന് കൊണ്ടുപോയപ്പോഴും തിരിച്ചു കൊണ്ടുവന്നപ്പോഴുമുള്ള തൂക്കം പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 4 കിലോയോളം കുറവ് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണത്തിന്റെ കണക്ക് പരിശോധിച്ചാൽ വെറും 980 ഗ്രാമാണ്. അപ്പോൾ ബാക്കിയുള്ള കുറവ് എങ്ങനെ സംഭവിച്ചിരിക്കുന്നു? അവിടെ നഷ്ടപ്പെട്ടത് സ്വർണമാണോ അതോ ബേസ് മെറ്റലായിട്ടുള്ള കോപ്പറാണോ? ഈ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു അവസാന ശ്രമം എന്ന നിലയിലാണ് ഹൈക്കോടതി ഇത് ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിന് കീഴിലുള്ള ലാബിൽ കൂടി പരിശോധനയ്ക്ക് ഒരു സാധ്യതയുണ്ടോ അത് തേടാൻ ഇപ്പോൾ SITക്ക് അനുമതി നൽകിയിരിക്കുന്നത്. ആ കാര്യം പരിശോധിച്ച ശേഷം 19-ന് ഈ കേസ് വീണ്ടും കോടതി പരിഗണിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് 2019 മുതൽ ഇതിൽ ഉൾപ്പെട്ടവരുടെ മുഴുവൻ ഫോൺ രേഖകളുടെ വിശദാംശങ്ങളും ശേഖരിക്കാൻ ഒരു അനുമതി ഇപ്പോൾ കോടതി നൽകിയിരിക്കുകയാണ്. പഴയ ഫോൺ രേഖകൾ പരിശോധിക്കുന്നതിനും അത് കിട്ടുന്നതിനും വലിയ പരിമിതിയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ സർവീസ് പ്രൊവൈഡർമാർക്ക് കൂടി ഒരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും 2 പേർ വീതം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത്, അതായത് മൊത്തം 4 പേരുടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനയ്ക്കുള്ള ഒരു നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2025 സ്വർണം പൂശിയത്, അതായത് ഏറ്റവും ഒടുവിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡായ PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് അത് സ്വർണം പൂശാൻ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ കൂടി ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൂടി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം വന്നിരിക്കുകയാണ്. സമയപരിധി അത് ഏത് വിധത്തിൽ വരാനായിരിക്കും സാധ്യത? ഇന്ന് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. 19-ന് വിശദമായിട്ട് വരും. ഇപ്പോൾ ഇനി സാമ്പിൾ ശേഖരിക്കണം, വീണ്ടും പരിശോധനയിലേക്ക് പോകണം, BARCയിൽ കൊടുക്കണം, അതിന്റെ ഫലം വരണം. അതിനൊക്കെ കുറച്ചുകൂടി സമയം എന്തായാലും ഉണ്ടാകുമല്ലോ. അതോടൊപ്പം തന്നെ ഈ ഫോൺ കോൾ രേഖകളൊക്കെ പരിശോധിച്ച് തെളിവുകൾ ഉറപ്പിച്ച് വേണം മുന്നിലേക്ക് പോകാൻ. അപ്പോൾ അന്തിമ കുറ്റപത്രത്തിലേക്ക് ഉൾപ്പെടെ എപ്പോൾ എത്തും എന്നത് സംബന്ധിച്ചുള്ള ഒരു സമയപരിധി അത് ഈ വരുന്ന 19-നാണെങ്കിൽ പോലും കോടതി മുന്നിലേക്ക് വെക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളം കാണുന്നുണ്ട്? എങ്ങനെയായിരിക്കും ആ ഒരു സമയത്തിന്റെ കാര്യം? പൂജ, 19-ലേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിന് കീഴിലുള്ള ലാബിൽ ഇതിന്റെ പരിശോധന എത്രമാത്രം സാധ്യമാണ് എന്നതിൽ ഒരു വ്യക്തതയുണ്ട്, വരുത്തേണ്ടതുണ്ട്. അത് അവർ പരിശോധിച്ച് അതിൽ കൃത്യത വരുത്താൻ കഴിയും എന്നവർ അറിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനുകൂടി കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ കാത്തിരുന്നാൽ എന്തായാലും കുറ്റപത്രം പ്രതീക്ഷിച്ച സമയത്തൊന്നും തന്നെ വരാനുള്ള സാധ്യതയില്ല. 1-2 മാസം അത് വൈകാനുള്ള സാധ്യത തന്നെയുണ്ട്. അതേസമയം ഈ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിലെ പരിശോധനയുടെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടായി കഴിഞ്ഞാൽ
19-ാം തീയതി തന്നെ ഹൈക്കോടതി അതിൽ കുറ്റപത്രം ഉടൻ കൈമാറണമെങ്കിൽ അതിനുള്ളൊരു നിർദ്ദേശവും കോടതിയുടെ ഭാഗത്ത് നിന്ന് വരും. എന്തായാലും 19-ാം തീയതിയാണ് നിർണായകമായിട്ടുള്ളത്. അപ്പോഴായിരിക്കും ഇതിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാധ്യതകൾ എത്രമാത്രം എന്ന കാര്യത്തിൽ കോടതിക്ക് കൃത്യമായ ഒരു ബോധ്യം വരികയുള്ളൂ. അതുകൊണ്ടാണ് കോടതി ഏറ്റവും അടുത്ത ദിവസമായ ഒരു 10 ദിവസം കഴിഞ്ഞ് ഈ കേസ് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നത്. 19-ാം തീയതി കൂടുതൽ പരിശോധനയിലേക്ക് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നടത്തിയ പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് മറ്റൊരു സാധ്യത ഇല്ല എന്നാണ് കോടതിക്ക് ബോധ്യപ്പെടുന്നതെങ്കിൽ അടിയന്തരമായി കുറ്റപത്രം നൽകുന്നതിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ മാർച്ച് മാസം അവസാനത്തോടെയെങ്കിലും ഈ കേസിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കാനുള്ള സാധ്യതയാണുള്ളത്. കോടതി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ കേസിലെ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ 90 ദിവസം അറസ്റ്റ് കഴിഞ്ഞ് അവർ കുറ്റപത്രം നൽകാത്തതിനാൽ പുറത്തിറങ്ങണമെങ്കിൽ പുറത്തിറങ്ങിക്കോട്ടെ, അത് ഈ അന്വേഷണത്തെ ബാധിക്കില്ല. കാരണം ഈ കേസിലെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതിക്ക് മുന്നിൽ സ്ഥാപിക്കാൻ കഴിയുന്ന കൃത്യമായ ഒരു കുറ്റപത്രവുമായി മാത്രമേ മുന്നോട്ട് പോകേണ്ടതുള്ളൂ. അതിന് എത്ര സമയമെടുത്താലും കുഴപ്പമില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഉറച്ചു നിൽക്കുന്നത്.